പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചിഹ്നം റെഡിയായി. ലാപ്ടോപ്പാണ് ചിഹ്നം. നിങ്ങളെല്ലാവരും ലാപ്ടോപ്പ് ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് 99 കോടി രൂപ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുഭവിക്കുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായി ഇവിടെ ഒന്നും മറ്റുള്ള പരിപാടികളോ ടെൻഡറോ ഒന്നും നടത്തിയിട്ടില്ല. അത് നെല്ലിയാമ്പതിയിൽ സമരം ചെയ്ത് നെല്ലിയാമ്പതി പൊലയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടാക്സിക്കാരെല്ലാം കൂടി സമരം ചെയ്ത് 10-20 ദിവസം മുമ്പ് സമരം ചെയ്ത് അത് എത്തിക്കണമെന്ന് കുറ്റിപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ടെൻഡറിന് വെച്ചിട്ടുണ്ട്. അത് ഉടനെ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഡർ ഉടനെ നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, നെല്ലിയാമ്പതിയിൽ നിന്നുള്ള വെള്ളം നെന്മാറ, അയിലൂർ, മേലാറോഡ്, പല്ലശ്ശേന, ഇരവഞ്ചേരി, പിന്നെ എരുമിയൂർ, ആലത്തൂർ, കാവശ്ശേരി, പിന്നെ പുതുക്കോട് എന്നീ പഞ്ചായത്തുകളും നെല്ലിയാമ്പതി പഞ്ചായത്തിലും എത്തിക്കുന്നതിന് കുടിവെള്ളത്തിനും ജലസേചനത്തിനും കൃഷി ആവശ്യത്തിനും ഉള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹൈക്കോടതി ഉത്തരവ് ആയി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിന് അനുകൂലമായ റിപ്പോർട്ട് ഇവിടെ നിന്ന് മലമ്പുഴയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ജേക്കബ് സബാസ്റ്റ്യനാണ് വക്കീൽ. അപ്പോൾ നമ്മൾ 4056 വീട് 14 ജില്ലകളിൽ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ലിസ്റ്റെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹൈക്കോടതി ഉത്തരവായിരുന്നു. ആ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 2019 മുതൽ 2020 മുതൽ 2026 വരെ 4056 വീട് കൊടുക്കുകയുണ്ടായി. 750 വീടുകൾ പാലക്കാട് ജില്ലയിലും. ഇപ്പോൾ വക്കാവ്, മറ്റുള്ള പ്രദേശങ്ങൾ, പല്ലശ്ശേന എന്നീ പഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കി ഗൃഹശ്രീ പദ്ധതി പ്രകാരം വീടുകൾ നൽകുന്നുണ്ട്. ഇതിനും ഉത്തരവ് ജേക്കബ് സബാസ്റ്റ്യൻ വക്കീലാണ്. അന്ന് കൊറോണ കാലത്ത് നമ്മൾ തിരുവനന്തപുരം പോകാൻ പറ്റാതെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വീഡിയോ കോൺഫറൻസ് നടത്തിയാണ് ഈ പദ്ധതികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടി 56 ലക്ഷം നീക്കിവെക്കുകയുണ്ടായി. നീക്കിവെച്ചിട്ട് കൃഷ്ണൻകുട്ടി മന്ത്രി അവരും നമ്മൾ കൊണ്ടുവന്ന പദ്ധതി ഉപരോധമെല്ലാം പോത്തുണ്ടി നടത്തി. നമ്മൾ കൊണ്ടുവന്ന പദ്ധതിയെ തനിക്കാക്കി വടക്കാക്കിയ ആൾക്കാരാണ് CPM-ൻ്റെ നേതാക്കളും എല്ലാവരും. അന്ന് കുടിവെള്ള പ്രശ്നം വന്നു. റോഡ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ റോഡ് ഉപയോഗിച്ച് 56 ലക്ഷം ഹൈക്കോടതിയിൽ നിന്നും സാങ്ഷൻ വന്ന 2000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുത്തു. നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്തിരിക്കുന്നത്. കൊറോണ കാലത്ത് TV, മൊബൈൽ 500 ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി കൃഷിയെല്ലാം വിറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സമയമുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് എന്ന് വേണ്ട, നെല്ലിച്ചോട് ഭാഗത്ത് ബസ് ഓടിക്കുന്നതിനുള്ള പരിപാടി ചെയ്തു. 251 ആളുകൾക്ക് സർക്കാർ ജോലി കൊടുക്കുകയുണ്ടായി. 250 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നേഴ്സിന് 200 ആൾക്കും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 2004 ശങ്കരൻ മിനിസ്റ്റർ മന്ത്രിയായിരിക്കുമ്പോൾ, അഡ്വക്കേറ്റ് P. ശങ്കരൻ മിനിസ്റ്റർ മന്ത്രിയായിരിക്കുമ്പോൾ AK ആൻ്റണി മന്ത്രിസഭയിൽ നമ്മൾ സുപ്രീം കോടതി ഉത്തരവിൻ്റെ ഭാഗമായി അന്ന് മന്ത്രിസഭാ യോഗത്തിൽ അതിൽ വെച്ച് അത് പാസ്സാക്കി. മൈക്കിൾ വക്കീലും ആലത്തൂരിലെ സത്യൻ വക്കീലുമാണ് ഈ കേസ് എന്നോട് ഏൽപ്പിച്ചത്. അത് നടത്തി. പിന്നെ 51 ആളുകൾക്ക് പ്ലാസ്റ്റിക് മലിനീകരണത്തിന് 15 ആളുകൾ ജോലി കൊടുക്കുകയും പിന്നെ എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം 3 ആൾക്ക് ജോലി കൊടുക്കുകയും അങ്കണവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ എന്നിവരെയും നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ 251 ആളുകൾക്ക് ജോലി കൊടുക്കുകയുണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇൻഡസ്ട്രീസ് ഏരിയയാക്കി മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ നെന്മാറ നിയമമണ്ഡലത്തിൽ 10 പഞ്ചായത്തിൽ 5000 ആളുകൾക്ക് IT മേഖലയിലും മറ്റേ തൊഴിൽ നൽകുന്നതിന് വേണ്ട സംവിധാനം ചെയ്യും. തുണി മില്ലുകളും പിന്നെ ലേത്ത് വർക്ക്ഷോപ്പ് എന്നിവ കഞ്ചിക്കോട് ഫാക്ടറികളെ 10 പഞ്ചായത്തും കൊണ്ടുവരാനുള്ള പരിപാടി MLA ആയിക്കഴിഞ്ഞാൽ ചെയ്യും എന്നും നെല്ലിയാമ്പതി റോഡിൻ്റെ 99 കോടി പരിശോധിച്ച് അതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നെന്മാറ ഗവൺമെൻറ് ആശുപത്രിയിൽ 2 ദിവസം
നിരാഹാരം അനുഷ്ഠിക്കുകയും പിന്നെ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ എത്തിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് കൂടി കൊല്ലങ്കോട് ആശുപത്രിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ ജനങ്ങളുടെ ഒപ്പിട്ട് അവിടെ ഒരു പരിപാടി നടത്തി ആശുപത്രിക്ക് മുന്നിൽ സൂപ്രണ്ടിന് മുന്നിൽ സമർപ്പിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിങ്ങിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സമസ്ത വികസനത്തിനും വേണ്ടി നമ്മൾ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരു മനസ്സോടെ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ലോകത്തിൽ തന്നെ 30,000 താഴെ 25,000 രൂപ മാത്രം ചെലവ് ചെയ്ത് ഇലക്ഷൻ നിൽക്കുന്ന ഒരാളാണ് ശങ്കരനാരായണൻ. അപ്പോൾ ഇതിന് നോട്ടീസ് അടിക്കുകയോ അനാവശ്യമായി കാശ് കളയുകയോ ചെയ്യാതെ ഈ വികസന പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാവരും വോട്ട് ചോദിച്ച് ഒരാളാണ് പോകുന്നത്. അപ്പോൾ നടന്നാണ് ഒരു ദിവസം 30 കിലോമീറ്റർ നടന്നാണ് 10 പഞ്ചായത്തിലും പല ഭാഗങ്ങളിലും മുതലമട, നെന്മാറ, അയിലൂർ, വടവന്നൂർ, കൊടുവായൂർ, ആലത്തൂർ, ഇവിടെ എലവഞ്ചേരി, പല്ലശ്ശേന, പിന്നെ പുതുനഗരം, നെന്മാറ, അയിലൂർ, നെല്ലിയാമ്പതി എന്നീ പഞ്ചായത്തുകളിൽ ചേർന്ന് വോട്ട് ചോദിക്കുന്ന പരിപാടിയാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ലാപ്ടോപ്പ് ചിഹ്നം TV-യെ ഉപമിക്കുന്ന ലാപ്ടോപ്പ് ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ശങ്കരനാരായണൻ്റെ പേരിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. 6 സ്ഥാനാർത്ഥികളാണ് നെന്മാറയിലുള്ളത്. അതിൽ എത്രാമത്തെ ചിഹ്നമെന്ന് നോക്കിയിട്ട് ഉടനെ പറയുന്നതാണ്. എല്ലാവരും ലാപ്ടോപ്പ് ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുകയാണെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കാമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി R. ശങ്കരനാരായണൻ. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. ഇത് കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.